ഗായ്സ്, അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മളിതാ പൂപ്പലിയിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ പോയതാണ് കേട്ടോ. ഓല് മൂന്നാളും ടിക്കറ്റ് എടുക്കാൻ പോയി. ഞാനും പാത്തും ഇനുമോളും ഇവിടെ നിന്നാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമുക്ക് ടിക്കറ്റ് ഉണ്ട് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാ അവിടുത്തെ മെയിൻ ഗേറ്റ് ഇങ്ങനെയാണ് കേട്ടോ. പൂപ്പൊലി 2026 എല്ലാവരും ഇവിടുന്ന് വീഡിയോ എടുത്തപ്പോൾ ഞാനും എടുത്താണ്. അപ്പോൾ ഇതാ പൂപ്പൊലി ആദ്യമുള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പൂപ്പൊലിന്ന് എഴുതിയെടുത്തുനിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇപ്പോൾ ഇതാ വെറൈറ്റി ഫ്ലവേഴ്സാണ്, പല കളേഴ്സ്. എനിക്ക് ആ കളർഫുൾ പൂവ് കാണുന്നവരാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളതൊക്കെ കണ്ട് അതൊക്കെ കണ്ട് കുറച്ച് മുന്നോട്ട് പോകുന്നപ്പോൾ വേറൊരു സംഭവം കണ്ട് ഞാൻ കാണിച്ചു തരാം. ഗേസ് ഇതുണ്ടോ പെരുമ്പാമ്പ്, പാമ്പിൻ്റെ ഷേപ്പ്. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ചെറുതായിട്ട് പേടിച്ചിട്ടോ. പക്ഷെ നമ്മളെ ഇനുമോക്കൊരു മൈൻഡും ഇല്ല. ഓള് പൂ നോക്കി ഓളെ കണ്ടിട്ടൊരു കൂസലും ഇല്ലാണ്ട് പോവുക. ഗേസ് നിങ്ങളിപ്പോൾ കാണുന്ന പൂവില്ലേ, ഇതിൻ്റെ പേര് മത്തിയോള എന്നാണ് കേട്ടോ. അങ്ങനെ ഇമ്മനോട് ഈ പൂവിൻ്റെ പേര് വെച്ചപ്പം അവിടെയുള്ളൊരു ഈച്ചി പറഞ്ഞ് മത്തിയോള എന്നാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് കേട്ടത് പത്തിയോള എന്നാണ്. ഞാൻ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി. മത്തിയോള എന്ന് അങ്ങനെ പേര് വരാൻ ചാൻസ് ഇല്ലല്ലോ എന്നേ ഞാൻ എത്രയോ വട്ടം ചോദിച്ചു. പിന്നെ കൺഫേം ആക്കിയാണ് കേട്ടോ മത്തിയോള എന്ന് തന്നെ. ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി സംഭവങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഏറെക്കുറെയൊക്കെ കഴിഞ്ഞിടത്തോളം തന്നെയാണ് നമ്മളെ കുളമൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് കുറച്ച് വെറൈറ്റീസ് വന്നിട്ടുണ്ട്. കളർഫുൾ ചെട്ടീസ്, കളർഫുൾ ഒന്നുമില്ല, മഞ്ഞയും ഓറഞ്ചും, അതാണല്ലോ ചെട്ടീൻ്റെ കളേഴ്സ്. നമ്മളതൊക്കെ കണ്ട് കുറച്ച് മുന്നോട്ട് വന്ന് നമ്മൾ ഉച്ച 3 മണിയായപ്പോൾ കേട്ടോ എത്തിണ്ടായിരുന്നത്. അതിനെക്കൊണ്ട് തന്നെ ഇവിടെ അത്ര ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇനിമോൾ ആ വെള്ളം ചാടുന്നിടത്തേക്ക് ഓടിയുണ്ട് കേട്ടോ ഒക്കെ അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം വെറൈറ്റിക്ക് ലൈവ് ക്ലോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പൂക്കളുടെ നടുവിൽ ലൈവ് ക്ലോക്ക് എന്ന് പറയുന്നത് ഭയങ്കര വെറൈറ്റി ആണല്ലോ. നമ്മൾ കുറച്ച് ലൈവ് ക്ലോക്കിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ലൈവ് ക്ലോക്ക് കണ്ട് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ അതാ ഒരു കരടിക്കുട്ടൻ അവിടെ നിന്ന് പൂക്കളൊക്കെ പറിക്കുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് അതിൻ്റെ വീഡിയോ എടുത്ത് തിരിഞ്ഞപ്പോൾ ഒരു പോത്തുണ്ട് ബാക്കിൽ. ഈ റെഡും വൈറ്റും തീമിലുള്ള കളർ ഫ്ലവേഴ്സിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എല്ലാ ടൈപ്പ് ഫ്ലവേഴ്സും പല കളേഴ്സിലും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, ഒരു കളറിലൊന്നും അല്ലല്ലോ, ഒരുപാട് കളറുണ്ട്. ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, ബേബി പിങ്ക്, അതൊക്കെ പിങ്കിൽ തന്നെ കുറേ വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ പൂ ഇറങ്ങിയിട്ടുണ്ടോ നോക്കിയിട്ട് ഒരു കരടിക്കുട്ടനും ഉണ്ട് കേട്ടോ ഇവിടെ നോക്കി നിൽക്കുന്നത്. പിന്നെ അതാ അതിൻ്റെ അപ്പുറം തന്നെ ഒരു റെഡും വൈറ്റും തീമിലെ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മരത്തിൻ്റെ ചുറ്റും. ഫ്ലവേഴ്സ് മാത്രമല്ല കേട്ടോ, കുറേ ആനിമൽസിൻ്റെ സ്റ്റാച്യൂസും ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ കുട്ടികൾക്കൊക്കെ ഈ ഒരു പൂപ്പൊലിയിലെ മെയിനായിട്ട് സംഭവമാണല്ലോ ഇവിടുത്തെ പാർക്ക്. നമ്മൾ അവിടേക്ക് എൻ്റർ ചെയ്തു കേട്ടോ. ഇനുവിൻ്റെ അയ്യത്തുവാണെങ്കിൽ പാർക്കിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യാൻ കാത്തുന്നായിട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെയുള്ള ചെടീൻ്റെ ഒരു സ്റ്റാളിലേക്ക് കയറിയിട്ടോ. നമ്മളെ പൂപ്പലിയിൽ വന്ന് നമുക്ക് ചെടി വാങ്ങാനാണ് കേട്ടോ മെയിനായിട്ട്. അങ്ങനെ അവിടെ ഒരു മെഡിക്കൽ എക്സിബിഷൻ നടക്കുന്നുണ്ടായിട്ടോ. ഞാനും മാമിയും ഒന്ന് അതിൽ കയറി നോക്കിയിട്ടോ. നമ്മൾ അതൊക്കെ കണ്ടിറങ്ങിയപ്പം ഉമ്മനെ കാണുന്നില്ല കേട്ടോ. ഉമ്മ ചെടി വാങ്ങാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ടു. അങ്ങനെ ഉമ്മയൊക്കെ നമ്മളെയും കാത്ത് പുറത്തേക്ക് ഉണ്ടായി. നമ്മൾ അതിൻ്റെ അടുത്തുള്ളൊരു സ്റ്റാളിലൂടെയും കയറിയിട്ടു. അവിടെ കുറേ ടൈപ്പ് ചെടികളല്ലാണ്ട് മറ്റേ മുട്ടായും സ്നാക്സ്, ഡ്രസ്സ്, കണ്ണട, ഫാൻസി ഐറ്റംസ്, അങ്ങനെ കുറേ സാധനം കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. നല്ല വെയിലാണ്. നട്ടുച്ച സമയം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നേരം മനസ്സിലാവുണ്ടാവില്ലേ. ഇത് ഈ ഒരു ടൈമിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. മുകളിൽ ഒരു ബ്ലൂ സ്കൈയും ഈ ഒരു കളർഫുൾ സാധനവും. രാത്രി ലേറ്റ് എത്താനുള്ള എല്ലാ ചാൻസും ഞാൻ കാണില്ല, അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ തൂക്കൂലല്ലോ. നമ്മളിതാ ഉച്ചയായും കൊണ്ട് പോരണ്ടേ എന്നുള്ള ഒരു ചിന്തയിലായിട്ടോ നമ്മൾ വിചാരിച്ച് പോരാന്ന് കേട്ടോ. നമുക്കറിയാം വെയിലും കൂടി നമ്മൾ അവിടെ നിന്നാൽ തിരിച്ച് വീട്ടിലെത്തി തരാം ആർക്കും നമ്മൾ ആട്ടും ഇങ്ങോട്ടും മനസ്സിലാവാത്തൊരവസ്ഥയിൽ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അത്രയും പോരുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ വന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടു. ഇവിടെ ഇരുന്നപ്പം വേറെ ടൈപ്സ് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. മറ്റേ ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയായിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിതാ തിരിച്ചിറങ്ങാൻ പോവാണ് കേട്ടോ. ഉമ്മയൊക്കെ ഇതാ മുന്നിൽ പോയിട്ട് ഇതിലൊരു ഇനുമോളയും കൂടി കുറവുണ്ട്. ഓള് പപ്പൻ്റെ അപ്പുറം കാറിലേക്ക് പോയിട്ടു. നമ്മളിതാ പുറത്തിറങ്ങി നമ്മൾ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്ത് തിരിച്ച് ഉമ്മമ്മ എപ്പം വയനാട്ടിൽ വന്നാലും മെയിനാണ് പോയിട്ട് പോകുന്നൊരു നഴ്സറിയാണ് കേട്ടോ അത്. നമ്മളവിടെ കയറിയിട്ടോ. ഇനുമോൾ പൂവുണ്ടതിൻ്റെ സന്തോഷത്തിലാണ് പറിക്കാൻ പോയി ഗേസ്. അങ്ങനെ അതാ ഓള് ചെരുപ്പൊന്നും ഇട്ടില്ല. ഓള് കാറിൽ കയറി ഷൂസ് ആയില്ലോ കേട്ടോ. ഊരി എറിഞ്ഞിട്ടോ ഓള് ഓടുകയാണ് ഗേസ്. ഓൾ ഉമ്മൻ്റെ അടുത്തേക്ക് ഓടുക. അപ്പോൾ എൻ്റെ അമ്മമ്മ ആ പൂപ്പലിൻ്റെ അവിടെ നിന്ന് പൂവ് വാങ്ങിയിട്ടുണ്ടെങ്കിലും ഉമ്മമ്മക്ക് ഒന്നും തൃപ്തിയാവില്ല. ഉമ്മമ്മക്ക് ഇവിടെ വന്ന് വാങ്ങിയാലേ തൃപ്തിയാവുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ആണെങ്കിൽ പൂപ്പലിൻ്റെ അവിടെ ഉള്ളതിനേക്കാട്ടിലും കൂടുതൽ ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അതും ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ഇവിടെ വരാൻ. ഞാൻ അമ്മമ്മൻ്റെ അപ്പുറം ഇപ്പം അമ്മമ്മ വയനാട്ടിൽ പോയാലും ഞാനും പോരലുണ്ട്. അപ്പം ഞാനും ഇവിടെ വരലുണ്ട് കേട്ടോ.
ഇവിടെ ആണെങ്കിൽ കുറേ ഫ്ലവേഴ്സ് മാത്രമല്ല കുറേ സ്ഥലമുണ്ട് കേട്ടോ നടന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ അവിടെ നിന്നൊക്കെ നല്ല ഫോട്ടോ എടുക്കാൻ നല്ല എടുക്കുന്നുണ്ട് കേട്ടോ. കടലാസിൻ്റെ അടുത്ത് നിന്നൊക്കെ പറഞ്ഞില്ലേ ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. മേലോട്ട് ഇനിയും ഉണ്ട് കേട്ടോ. നമുക്ക് കയറാൻ കഴിയുന്നവർക്ക് കയറാം, അല്ലാത്തവർക്ക് താഴത്ത് തന്നെ സാധനം വാങ്ങി പോകട്ടോ. അപ്പോൾ നമ്മളിതാ അതിൻ്റെ മുകളിലോട്ട് ഇനിയും പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനും പാത്തുടിയാണെങ്കിൽ അതിലങ്ങനെ ഒക്കെ ഓടി കളിക്കുന്നുണ്ട്. രണ്ടും നല്ല കളിയിലാണ്. ഉമ്മയും മാമിയും ഒക്കെ ഇതാ ചെടി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആടുന്നത്. നമ്മൾ വേഗം മേലോട്ട് കയറി. നമുക്ക് പിന്നെ ചെടി സെലക്ട് ചെയ്യാനൊന്നും ഇല്ലാത്തതും കൊണ്ട് ഞങ്ങൾ വേഗം മേലോട്ട് ഓടി കയറി ഇട്ടു. മേലോട്ട് കയറാനും വേണം നല്ലൊരു എന്താ പറയുക ഒരു എനർജി വേണം കേസി കയറ്റമൊക്കെ കയറി പോകണമെങ്കിൽ. അവിടെ പണി നടന്നുകൊണ്ട് ഉണ്ട് കേട്ടോ ചെടീൻ്റെയൊക്കെ. അവിടെയൊക്കെ കടലാസ് പൂ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇവിടെ കടലാസ് പൂ തന്നെയാണ് കേട്ടോ കുറേ കളേഴ്സിലുള്ളത് ഉണ്ടല്ലേ. അതവിടെ ഫോട്ടോ എടുക്കാനും ഉണ്ട് കേട്ടോ കുറച്ച് സ്ഥലം. അങ്ങനെ അവർ സെറ്റ് ചെയ്തതല്ല, ഫ്ലവേഴ്സൊക്കെ വളർന്നപ്പം ഫോട്ടോ എടുക്കാനുള്ള ഒരു ഇതായി വന്നാന്ന് തോന്നുന്നു. അവിടെയൊക്കെ അതാ കടലാസ് പൂവിൻ്റെ അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ നമ്മൾ. നമ്മമ്മ വന്ന് മമ്മേൻ്റെയും ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളിതാ മമ്മയൊക്കെ പോവുകയുണ്ട് ഗൈസ്. മമ്മ ചെടി നോക്കിയിട്ടാണ് പോകുന്നത്. എവിടെയെങ്കിലും ഒന്ന് കിട്ടിയാൽ ഇനിയും വാങ്ങും. ഇതാ ഇനിമോളൊക്കെ ഇതാ ഈരെങ്ങനെയാണ് ഗൈസ് നമ്മൾ തിരിച്ചു വന്നത്. ഓലാടുന്ന് ചെടി ഡിവൈഡ് ചെയ്യുക. ഇതാണ് ഗൈസ് നമ്മുടെ ചെക്കിയും കേട്ടോ. ഞാനതാ നമ്മൾ തിരിച്ച് വരുന്നതായിരിക്കും പൂപ്പലിൻ്റെ അതിലിങ്ങനെ ആയിരുന്നല്ലോ വരിക. അപ്പോൾ അവിടെ നമ്മൾ വന്നപ്പോൾ ഉള്ള ആളൊന്നുമല്ലല്ലോ, ഫുള്ള് വണ്ടിയാണ് കേട്ടോ. നമ്മൾ വന്നപ്പോൾ ഞാൻ കണ്ടില്ല, തിരെ ആളില്ലെങ്കിൽ. ഇപ്പോൾ വൈകുന്നേരം ആ ഒരു ടൈം ആയത് കൊണ്ടാന്ന് തോന്നുന്നു ആൾ വന്ന് തുടങ്ങിയിരിക്കുന്നു ഇവിടേക്ക്. അവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയൊക്കെ നല്ല ആളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തിരിച്ച് വരുന്നതായിരിക്കും ടൗൺഷിപ്പൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ടൗൺഷിപ്പ് മറ്റേ 411 വീട് ഇവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങൾ കയറി കാണണം എന്നൊക്കെ ഉണ്ടായി, പക്ഷേ നമ്മൾ കയറി കണ്ടില്ല കേട്ടോ. പറയാം എത്ര നേരത്തെ പോന്നാലും എന്തായാലും രാത്രിയാവും വീട്ടിലെത്താൻ. ബിക്കോസ് നമ്മുടെ ചുരത്തുമ്മൽ നല്ല ബ്ലോക്ക് ഉണ്ടാകുമല്ലോ. ആ ഒരു ഇതിനോണ്ട് നമ്മൾ വേഗം പോകുന്നു കേട്ടോ. അവിടെ ഒന്നും കയറാണ്ട് നമ്മളിതാ വയനാട് ചുരം ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ അവിടെ നിന്നൊരു ഷോപ്പ് കയറിയിട്ട് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടു. നമ്മൾ ജ്യൂസ് കുടിച്ച് ഞാൻ പറഞ്ഞോണം തന്നെ നമ്മൾ ചുരത്തുമ്മലെത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായി അല്ലേ. അങ്ങനെ നമ്മളൊക്കെ ബ്ലോക്ക് എന്നൊക്കെ കഴിച്ചില്ലായി തിരിച്ച് വീട്ടിലെത്തിയിട്ടു. അപ്പോൾ ബൈ.